ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തനം 118:22. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യദൃഷ്ടിയിൽ ഇത് വിസ്മയകരമായി തീർന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ, നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അത്യധ്വാനം ചെയ്തു. ഞാൻ 10 പൈസ പോലും എൻ്റെതായിട്ട് കളയാതെ എല്ലാം സ്വരൂപിച്ച് വെച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിലകൊണ്ടു. പക്ഷേ എനിക്ക് രോഗം വന്നപ്പോൾ, എനിക്ക് വാർദ്ധക്യമായപ്പോൾ, ഞാൻ ജോലിസ്ഥലത്ത് നിന്ന് തിരികെ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഒരു തിരസ്കരണം, ഉപേക്ഷിക്കപ്പെടൽ പലരുടെയും ജീവിതത്തിലുണ്ട് അല്ലേ. പക്ഷെ കർത്താവിൻ്റെ പ്രവൃത്തി എന്താണ്? അതിനെ എടുത്ത മൂലക്കല്ലാക്കണം. ഇത് കർത്താവിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യകരമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് മദർ തെരേസയെ പോലെ, ഫാദർ ഡാമിനെ പോലെ നമുക്കുമുണ്ട് ഈ ഒരു വെല്ലുവിളി. തിരസ്കൃതരായവരെയൊക്കെ ഒന്ന് പെറുക്കി കൂട്ടാൻ പറ്റുമോ? ജീവിതത്തിൻ്റെ നല്ല നിലങ്ങളിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? പുണ്യമായിരിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം, നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ.